കായംകുളം മാർക്കറ്റ് മുക്കവല പാലത്തിന്റെ പരിസരത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. വ്യാപാരികളും കടകളിൽ എത്തുന്ന പൊതുജനങ്ങളും ഇതുമൂലം വലഞ്ഞിരിക്കുകയാണ്. കായംകുളം മാർക്കറ്റിലെ മുക്കവല പാലത്തിന് സമീപമാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപമുള്ളത്. മാലിന്യം കുമിഞ്ഞുകൂടിയതിനാൽ ഇവിടുത്തെ വ്യാപാരികൾ വലഞ്ഞിരിക്കുകയാണ്. കടയിലെത്തുന്ന ഉപഭോക്താക്കൾ മൂക്കുപൊത്തിപ്പിടിച്ചാണ് നിൽക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ജൈവമാലിന്യങ്ങളുടെ ഉപാധി സർവേ പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരസഭയാണ് കായംകുളം നഗരസഭ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരിപ്പുഴ കനാലിൻ്റെ തോടിൻ്റെ ഭാഗത്താണ്. ഇവിടെ ജൈവമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാടുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കരിപ്പുഴ കനാൽ വളരെ മാലിന്യം നിറഞ്ഞ ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ തോടിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ തന്നെ നിരവധി മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഞാൻ കായംകുളം ഈ മുക്കവലയിൽ വ്യാപാരം നടത്തുന്ന വ്യാപാരി കൂടിയാണ്. ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾക്ക് ഇതിൻ്റെ അസഹനീയമായ ദുർഗന്ധം മൂലം ഇവിടെ വ്യാപാരം നടത്താൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വലിച്ചെറിയൽ വാരാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച വലിച്ചെറിയൽ വാരാചരണത്തിൻ്റെ ഭാഗമായി കായംകുളം മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കരിപ്പുഴ കനാലിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ മാലിന്യം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ശുദ്ധജലം മലിനമാക്കുന്ന പ്രക്രിയ സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലോട്ടർ ഹൗസിൽ നിന്നുൾപ്പെടെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും അറവ് മാടുകളെ അറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ, കുടലും അതുപോലെ തന്നെ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ കരിപ്പുഴ കനാലിൽ കൊണ്ടിട്ട് അത് മാലിന്യമാക്കുകയാണ്. അത് കാരണം ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾക്കുൾപ്പെടെ ഇതുവഴി മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഞങ്ങൾ രാവിലെ വന്നതിന് ശേഷം ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അറുതി വരുത്തേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് പല തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ കായംകുളത്ത് നടപ്പിലാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കരിപ്പുഴ തോടിൻ്റെ താഴെ, പാലത്തിൻ്റെ താഴെ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ മുഖം മനക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടത്തില്ല. അത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഒരു വ്യാപാരി എന്നുള്ള നിലയിലും കായംകുളം നഗരസഭാ കൗൺസിലർ എന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നഗരസഭയിലെ 2 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കരിപ്പുഴ തോടിന് മുകളിലൂടെയാണ് മുക്കവല പാലമുള്ളത്. പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. സാങ്കേതികമായ ചില അനുമതികൾ ലഭിച്ചാൽ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാനാകും. എന്നാൽ പാലത്തിൽ നിലവിൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ. അറവുശാലകളിൽ നിന്നുള്ള ഈ വേസ്റ്റ് സാധനങ്ങൾ ഈ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് കടകളിൽ സാധനം എടുക്കാൻ ആൾക്കാർ കയറാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി വളരെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ബോർഡൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു പ്രതിഫലവും ഇല്ല. അവിടെ ഡെമ്മ് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുത്ത് ഇതിന് പരിഹാരമാർഗം കണ്ടെത്തണം. ഇത് ഇന്നലെ പല പ്രാവശ്യങ്ങളും പല ആൾക്കാരോടും പറയുന്നുണ്ട്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ക്യാമറയെ ഞാൻ കാണിച്ചു തരാം, എടുക്കാൻ വേണമെങ്കിൽ എടുത്തോ, വന്ന് നോക്കിയിട്ട് ആളിനെ ശിക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും മിണ്ടിയിട്ടില്ല, തിരിച്ചങ്ങ് പോയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസ് കേട്ടാണ്. നിങ്ങൾ അതിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഈ കരിപ്പുഴ തോടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിൽ നമ്മൾ ഇതിനു മുമ്പും മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമർക്കൊന്നും നിൽക്കാനും പറ്റത്തില്ല, സ്മെല്ല് കാരണം. പഴയ ബിൽഡിംഗ് കൊണ്ട സമയത്ത് മുനിസിപ്പാലിറ്റി വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ, പരിസര പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് ഈ തോട്ടിലാണ്. ഈ തോട്ടിൽ വേസ്റ്റ് ഇടുന്നത് കാരണം നമുക്കിവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന കസ്റ്റമർക്ക് പോലും നമുക്കിവിടെ നിന്ന് ഒരു സാധനം പോലും വാങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കുറേ നാളുകളുണ്ട് ഇപ്പം നടക്കുന്നത്. അതിന് മുനിസിപ്പാലിറ്റി ഒരു ശക്തമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് കൂടുതലും അറവ് വേസ്റ്റുകളും പച്ചക്കറി മാലിന്യങ്ങളും അറവ് വേസ്റ്റുകളും ഒക്കെ കൂടുതലും കൊണ്ടിടുന്നത്. മാംസം, മത്സ്യം ഇതൊക്കെ കൊണ്ടുവന്നിടുന്നത്. രാത്രി നമ്മളിവിടെ കടയിലെ ക്യാമറയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പാലത്തിൻ്റെ അവിടെ വന്നിട്ട് സൈഡിലേക്ക് ഇടുന്നത്.
അവർ കൊണ്ടുവന്ന് സൈഡിലിട്ടിട്ട് പെട്ടെന്ന് പോവാം. നമുക്കതൊന്ന് അവരുടെ നമ്പറൊന്ന് നോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലാണ് അവർ വരുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് അവർ മാലിന്യങ്ങൾ കൊണ്ടിട്ടിട്ട് പോകുന്നത്. നഗരസഭയുടെ ബോർഡ് വെച്ച് അതിൻ്റെ താഴെയാണ് മാലിന്യങ്ങൾ കൊണ്ടിടുന്നത്. നഗരസഭ അവിടെ ക്യാമറയായിരുന്നു ബോർഡിന് വരെ സ്ഥാപിക്കേണ്ടത്. ആ ക്യാമറ വെച്ചായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ഈ മാലിന്യത്തിന് ഒരു അറിവ് വന്നേനെ, അതിന് ചെയ്യേണ്ട എല്ലാം വന്നേനെ. ഇപ്പം ആ മാലിന്യം കൊണ്ടിടുന്ന ആ ബോർഡിൻ്റെ താഴെ തന്നെ കൊണ്ടിട്ടിട്ടാണ് പോകുന്നത്. വാഹനത്തിൽ പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ. ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. പാലത്തിൽ നിന്നും താഴെ തോട്ടിലേക്കും 2 വശങ്ങളിലേക്കുമാണ് മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയും മറ്റും കൊണ്ടു തള്ളുന്നത്. പാലത്തിലും പരിസരത്തും CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നവരെ പിടികൂടുകയും ചെയ്യണമെന്നാണ് വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. നമുക്കിവിടെ ക്യാമറ സ്ഥാപിച്ച് CCTV ക്യാമറ സ്ഥാപിച്ച് നമുക്ക് ഈ മാലിന്യം വലിച്ചെറിയുന്നവരെ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ഭീമമായ പിഴ ഈടാക്കിക്കൊണ്ട് അത് ഒഴിവാക്കാനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. CCTV ക്യാമറയോ ഫെൻസിംഗ് നെറ്റോ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് വ്യാപകമായി ആവശ്യമുയരുന്നത്. CDNet ന്യൂസ്, കായംകുളം.